സാധാരണ നമ്മൾ ഓൾറെഡി ഇതാ നേരത്തെ കണ്ട സ്നാപ്പ് ആൻഡ് ഗ്രിഡിന്റെ അകത്തുള്ള അല്ലെ, സ്നാപ്പ് നോക്കിയിട്ട് ഇവിടെ കാണാം സ്നാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള സ്നാപ്പിന്റെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം അല്ലെ, സെറ്റ് ചെയ്ത് വെക്കാം എവിടേക്കാണ് സ്നാപ്പ് വേണ്ടതെന്നുള്ളത്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിലാണ് ആംഗിൾ സ്നാപ്പ് സെറ്റ് ചെയ്ത്, അതിന്റെ താഴെ തന്നെയാണ് പെർസെന്റേജും. ഹലോ, കേൾക്കുന്നില്ല? ഹലോ ഹലോ ഫോൺ ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? എനിക്ക് നേരത്തെ കേൾക്കുന്നുണ്ട്. എനിക്ക് നെറ്റ് കണക്ഷൻ എന്തോ പോയി ഫോൺ. ഓക്കെ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. സാധാ സ്നാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്നാപ്പ് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലെ. മൂവിന്റെ സമയത്തുള്ള സ്നാപ്പ് പോയിന്റ് പിക്ക് ചെയ്യുന്നതാണ്. അടുത്തത് ആംഗുലർ സ്നാപ്പ് എന്ന് പറയുമ്പോൾ അത് റൊട്ടേറ്റ്, ആംഗുലർ സ്നാപ്പിന്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആംഗിളിന്റെ നേരെയാണ് നമ്മൾ ആംഗിൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആംഗിളിന്റെ നേരെ എത്ര ഡിഗ്രി ആണോ വേണ്ടത് വെച്ചാൽ അതാണ് കൊടുത്തത്. അത് ആംഗുലർ സ്നാപ്പ്, അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇന്റർവെല്ലിന്റെ അകത്ത് 30 ഡിഗ്രീന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് 30, 60 ആ ഒരു ഇന്റർവെല്ലിലാണ് റൊട്ടേറ്റ് ആവേണ്ടതെന്ന് കാണിക്കാം. ഓക്കെ, ദെൻ അടുത്തതാണ് പെർസെന്റേജ് സ്നാപ്പ്. പെർസെന്റേജ് സ്നാപ്പിന്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നേരത്തെ കാണുന്ന അതേ ഡയലോഗ് ബോക്സിനെ കണ്ടേ കാണുന്നത്. അതിലിതാ ആംഗിളിന്റെ താഴെയായിട്ട് പെർസെന്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. പെർസെന്റിന്റെ അകത്ത് ഞാൻ കൊടുത്തു 100% ആയിട്ട് ഓരോരോ പ്രാവശ്യം ഇൻക്രീസ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് നോക്കാം. ഇത് ഒറ്റയടിക്ക് സ്കെയിൽ ചെയ്താൽ ഇതാ അതിന്റെ ഇപ്പൊ നിൽക്കുന്ന അതിന്റെ നേരെ 100%. ഈ രീതിയിലായിരിക്കും സ്കെയിൽ ആവാം. അപ്പൊ സ്കെയിലിന് വേണ്ടിയിട്ടാണ് എന്ത് പെർസെന്റേജ് സ്നാപ്പ്. ക്ലിയർ? അധികം പെർസെന്റേജ് സ്നാപ്പ് ചെയ്യൽ കുറവാണ്, കാരണം അതിനേക്കാളും നമുക്ക് നല്ല ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അത് ചെയ്യാറില്ല പെർസെന്റേജ് സ്നാപ്പ്. നമുക്ക് സ്നാപ്പും ആംഗുലർ സ്നാപ്പും മതി. ദെൻ അടുത്ത ഓപ്ഷൻ മിറർ ആണ്. മിറർ മിറർ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. ഇപ്പൊ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഈ ബ്ലൂ കാണുന്നത് സെഡ് ആക്സിസ്. പെർസ്പെക്റ്റീവ് വ്യൂ ഒന്ന് നോക്കാം വേണമെങ്കിൽ. ഓക്കെ, ഇതിൽ മിറർ ചെയ്യണം. എനിക്ക് ഇതിന്റെ ഒരു കോപ്പി ഇപ്പുറത്തെ ഭാഗത്തേക്ക് മിറർ വേണം. അവിടെ നിന്ന് ജസ്റ്റ് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. മിറർ എന്ന് പറഞ്ഞ ടൂളിനകത്ത് പോയിട്ട് ക്ലിക്ക് ചെയ്യാം. സെലക്ട് ഒബ്ജക്റ്റ്, ദെൻ ടൂൾ സെലക്ട് ചെയ്യാം, മിറർ ടൂൾ. അപ്പൊ ഇത് സെലക്ട് ചെയ്തപ്പോ തന്നെ ഒരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. അതിനകത്ത് മിററിന്റെ ആക്സിസ്, ഏത് ആക്സിസിലേക്കാണ് മിറർ ചെയ്യേണ്ടത്. ശരിക്കും മിറർ ആയില്ലേ, എക്സ് ആക്സിസിലേക്ക്. നേരത്തെ ഇതിന്റെ സ്പൗട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്കല്ലേ ഉള്ളത്, ഇങ്ങനെയല്ലായിരുന്നോ നേരത്തെ ഉള്ളത്? അത് എക്സ് ആക്സിസിലേക്ക് മിറർ ചെയ്തു. ക്ലിയർ? അതിലെ താഴെ ക്ലോൺ സെലക്ഷനിൽ വന്നിട്ട് നോ ക്ലോൺ ആയതുകൊണ്ടാണ് കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവിടെ തന്നെ രണ്ട് ഒബ്ജക്റ്റ് ആയി. അതിനാ വേണമെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന പൊസിഷന് കുറച്ച് ഡിസ്റ്റൻസ് കൂടി മാറ്റണം നിർത്താം. ഓക്കെ, എക്സ് ആക്സിസിലേക്കാണ് മിറർ, വൈ ആക്സിസിലേക്ക് മിറർ, സെഡ് ആക്സിസിലേക്ക് മിറർ, എക്സ് വൈയിലേക്കാണ് വേണ്ടത്, അല്ലെങ്കിൽ വൈ സെഡിലേക്കാണ്, എക്സ് സെഡിലേക്കാണ്. അല്ലെ, ആക്സിസ് എവിടേക്കാണ് വേണ്ടതെന്ന് കറക്റ്റ് കൊടുക്കാം. അതിൽ തന്നെ ഇനി ക്ലോൺ ഓപ്ഷൻസിന്റെ അകത്ത് നോ ക്ലോൺ ആണോ, കോപ്പി ആണോ, ഇൻസ്റ്റൻസ് ആണോ, റെഫറൻസ് ആണോ? അറിയാലോ എന്താ ഇൻസ്റ്റൻസ്, എന്താ റെഫറൻസ്. ഓക്കെ, അതിൽ ഏത് ഓപ്ഷനാണ് വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇൻസ്റ്റൻസ് ഓപ്ഷൻ ആണ് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ അകത്ത് ഒന്ന് ചേഞ്ച് ചെയ്താൽ ഈ ഒന്നിന്റെ സൈസ് എനിക്ക് ഞാൻ കൊടുത്തു 10 മതി, ഓട്ടോമാറ്റിക്കലി മറ്റേതും പോയിട്ടുണ്ടോ. ഇതിന്റെ ഒന്നിന്റെ ലിഡ് വേണ്ടാന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതിന്റെ ലിഡ് പോയിട്ടുണ്ടാവും.
ഒന്നിന്റെ പോയിട്ട് പൗട്ട് വേണ്ട, ഓട്ടോമാറ്റിക്കലി എടുത്തു, കാരണം അത് ഇൻസ്റ്റൻസ് ആയിട്ടാണ് മിറർ ആയ. ക്ലിയർ ആണോ മിറർ? അതെ ഓക്കെ. നെക്സ്റ്റ് വൺ അലൈൻ. അടുത്ത ഓപ്ഷൻ അലൈൻ. അതെ അലൈൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ രണ്ട് ഒബ്ജക്റ്റ് അലൈനിൽ തന്നെ 5-6 ടൈപ്പ് അലൈൻ ഉണ്ട്, 6 ടൈപ്സ് അലൈൻസ് ഉണ്ട്. തൊട്ടടുത്ത മിററിന്റെ തൊട്ടടുത്ത ടൂളാണ് അലൈൻ. അലൈൻ, ക്യുക്ക് അലൈൻ, നോർമൽ അലൈൻ, പ്ലേസ് ഹൈലൈറ്റ്, ക്യാമറ ആൻഡ് വ്യൂ അലൈൻ. ഇത്രയും ഓപ്ഷൻസ് ആണ് അലൈൻ്റെ ഉള്ളത്. ഓക്കെ. ഓക്കെ ഓക്കെ. ഇതില് എനിക്ക് ഈ വൈറ്റ് ബോക്സിനെ ഈ റെഡ് ബോക്സിന്റെ മുകളിലേക്കാണ് അലൈൻ ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ഈ ബോക്സിന് കുറെ പോയിന്റ്സ് ഉണ്ട്. നമ്മളെ മിനിമം പോയിന്റ്, മാക്സിമം പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിനിമം പോയിന്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നോക്കുമ്പോ ഇവിടെ ഒരു ജസ്റ്റ് ബ്ലാക്ക് ലൈന് കാണുന്നില്ലേ സ്ക്രീനിൽ, അതെ ഡാർക്ക് ഗ്രിഡിന്റെ. അതിന്റെ ഈ സെൻട്രൽ പൊസിഷൻ എന്ന് പറയുന്നത് ആ ഫേസിന്റെ കറക്റ്റ് സെന്റർ, അതായത് 0, Z ആക്സിസിൽ 0 എന്ന് പറഞ്ഞ പൊസിഷൻ ആണ്. ഓക്കെ ഓക്കെ. അപ്പം ഈ പൊസിഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ അത് മൈനസ് വാല്യൂ ആണ്, വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതെ അതെ നെഗറ്റീവ് അതെ, നെഗറ്റീവ്. അതേസമയം ഈ ഒരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത് വെച്ചാല്, അതായത് നമ്മളെ മൂവ് ഒക്കെ സെലക്ട് ചെയ്യുന്ന ആ ആരോന്റെ അതേ ഡയറക്ഷനിലേക്കാണ് പോകുന്നത് വെച്ചാൽ അത് പോസിറ്റീവ് വാല്യൂ ആണ്, കൂടിയാണ് വരിക. അപ്പം ഈ ഒരു വൈറ്റ് ബോക്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ് ആക്സിസിൽ ഏറ്റവും മിനിമം എന്ന് പറയുന്നത്, ഞാൻ പെർസ്പെക്റ്റീവ് വ്യൂവിൽ വന്നിട്ടാണ് കാണിക്കുന്നത്. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ആരോ, റെഡ് ആരോ പോകുന്ന ആക്സിസ് ആണല്ലേ, ആ ഒരു ഭാഗത്തേക്കല്ല. അതിന്റെ ഏറ്റവും മിനിമം എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് വന്നാൽ ഈ ഒരു ഫേസ് ഫുള്ളാണ് അല്ലേ. എക്സ് ആക്സിസിൽ ഏറ്റവും മിനിമം നമ്മൾ ഗ്രാഫ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് ഫുൾ അല്ലേ. ക്ലിയർ ആയില്ല? ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? കാണുന്നുണ്ട്, പക്ഷെ ഭയങ്കര ലാഗ് ആയിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ടായിരിക്കുന്നു, കറക്റ്റ് മനസ്സിലാവുന്നില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ആണല്ലോ. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താല് എക്സ് ആക്സിസിന്റെ മിനിമം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമല്ലേ, ഈ ഒരു ലൈൻ ഫുൾ, അതായത് ഈ ഒരു ഫേസ് ഫുൾ അല്ലേ. അതെ അതെ ആക്സിസിലേക്ക് മിനിമം, അതായത് ഇങ്ങോട്ടേക്ക് വന്നാൽ ഏറ്റവും മിനിമം ഈ ഫേസിൽ എവിടെയും വരാം. എക്സ് ആക്സിസിന്റെ മിനിമം ഈ ഫേസിൽ എവിടെയും വരാം. വൈ ആക്സിസിന്റെ മിനിമം എന്ന് പറയുമ്പോൾ വൈ ആക്സിസ് ഇങ്ങോട്ടാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് ഈ ഫേസിൽ എവിടെയും വരാം അല്ലേ. അപ്പൊ എക്സ് ആക്സിസിന്റെ മിനിമം എവിടെയാണ്, വൈ ആക്സിസിന്റെ മിനിമം ഈ ഫേസ് ആണ്. അപ്പൊ എക്സ് ആക്സിസിന്റെയും വൈ ആക്സിസിന്റെയും കൂടി മിനിമം എന്ന് പറയുന്നത് ഈ ലൈൻ അല്ലേ, ഈ കോർണർ അല്ലേ. രണ്ടിന്റെയും മിനിമം ഈ കോർണർ ആണ്. അപ്പൊ സെഡ് ആക്സിസിന്റെ മിനിമം എന്ന് പറയുന്നത് ഈ ബോട്ടം ഫേസ് അല്ലേ. അപ്പം എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും കൂടി മിനിമം പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ അല്ലേ. അതേപോലെ മാക്സിമം എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ ഈ ആരോ പോകുന്ന അതേ ഡയറക്ഷനിൽ ഈ ഫേസ് ആണ്. വൈ ആക്സിസിന്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ ഈ ഫേസ് ആണ്. സെഡ് ആക്സിസിന്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ ഈ ഫേസ് ആണ്. അപ്പം മൂന്നിന്റെയും കൂടി മാക്സിമം എന്ന് പറയുന്ന പോയിന്റ് ഇതല്ലേ. അപ്പൊ ഈ ഒരു ആദ്യത്തെ അലൈൻ പഠിക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് 4 പോയിന്റ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് മിനിമം, മാക്സിമം, സെന്റർ, പിവോട്ട്. മിനിമം മാക്സിമം ക്ലിയർ ആയോ? മിനിമം പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് ആണ്, മാക്സിമം പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലേക്കാണ്. അപ്പം ഈ ഒരു ഒബ്ജക്റ്റിന്റെ മിനിമം പോയിന്റ് ഈ റെഡ് ബോക്സിന്റെ മാക്സിമം പോയിന്റിൽ എത്തിക്കണം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഇവിടേക്ക് അലൈൻ ചെയ്യണം എന്നല്ലേ അർത്ഥം. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. സെലക്ട് ഒബ്ജക്റ്റ്, ഫസ്റ്റിലത്തെ അലൈൻ ആണ്. അലൈനിൽ അലൈൻ മെയിൻ ഹെഡിങ് കൊടുക്കുക. അതിന്റെ താഴെ ഫസ്റ്റ് അലൈന്റെ പേര് അലൈൻ, അലൈനിൽ തന്നെ അലൈൻ. അപ്പൊ അലൈൻ എന്ന് പറഞ്ഞാല് ആദ്യം സെലക്ട് ഒബ്ജക്റ്റ്, ദെൻ അലൈൻ ടൂളിന്റെ അകത്തുള്ള അലൈൻ ടൂൾ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് സെലക്ട് ഒബ്ജക്റ്റ്, ദെൻ അലൈൻ ടൂളിലെ ഫസ്റ്റ് അലൈൻ ടൂൾ സെലക്ട് ചെയ്യാം. ദെൻ സെലക്ട് ടാർഗറ്റ് ഒബ്ജക്റ്റ്.
ഈ മൂവ് ചെയ്യേണ്ട നമ്മൾ സെലക്ട് ചെയ്ത ആദ്യത്തെ ഒബ്ജക്റ്റിനെ കറണ്ട് ഒബ്ജക്റ്റ് എന്ന് പറയാം. നമുക്ക് മൂവ് ചെയ്യിപ്പിക്കേണ്ട ഒബ്ജക്റ്റ്, അവിടുന്ന് പൊസിഷൻ മാറേണ്ട ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കറണ്ട് ഒബ്ജക്റ്റ്. ഏത് ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ റെഡ് ഒബ്ജക്റ്റിലേക്കല്ലേ നമുക്ക് അലൈൻ ചെയ്യേണ്ടത്, അതാണ് ടാർഗറ്റ്. ടാർഗറ്റ് ഒബ്ജക്റ്റ്. അപ്പൊ ഫസ്റ്റ് സെലക്ട് ചെയ്തത് കറണ്ട് ഒബ്ജക്റ്റിനെയാണ്, എന്നിട്ട് രണ്ടാമത് അലൈൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ടാർഗറ്റ് ഒബ്ജക്റ്റിനെ കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇതിപ്പം എവിടേക്കും അലൈൻ ആയില്ല. അവിടെ മേലെ കാണാം പൊസിഷൻ. അലൈൻ പൊസിഷനിൽ എക്സ് ആക്സിസ് മിനിമം ടിക്ക് ചെയ്തില്ല, വൈ ആക്സിസ് ടിക്ക് ചെയ്തില്ല, സെഡ് ആക്സിസും ടിക്ക് ചെയ്തില്ല. അപ്പൊ അത് എങ്ങോട്ടും പോവില്ല. പക്ഷെ നമുക്കറിയാം ഈ ഒബ്ജക്റ്റിന്റെ മിനിമം പോയിന്റ് അടുത്ത ഒബ്ജക്റ്റിന്റെ മാക്സിമത്തിലേക്കാണ് എത്തേണ്ടത്. പക്ഷെ ഇപ്പയും അത് മാറുന്നില്ല. കാരണം ഏതില് കാണിച്ചു കൊടുക്കണം. എക്സ് ആക്സിസ് കാണിച്ചു കൊടുത്താൽ എക്സ് ആക്സിസിന്റെ ഫേസ് വൈ ആക്സിസിന്റെ ആ ഫേസിൽ നേരെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവും. വൈയിലും കൂടെ കാണിച്ചു കൊടുത്താൽ രണ്ടിന്റെ വൈ, എക്സിലും വൈയിലും കൂടി ആയിട്ട് പോയിട്ടുണ്ടാവും. സെഡിലും കൂടി കാണിച്ചു കൊടുത്താൽ ഓക്കെ, എക്സ് വൈ സെഡ് മിനിമം അടുത്ത ഒബ്ജക്റ്റിന്റെ മാക്സിമം. ഇവിടെ കണ്ടോ കറണ്ട് ഒബ്ജക്റ്റ്. കറണ്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യിപ്പിക്കേണ്ട ഒബ്ജക്റ്റ്. അത് നമ്മളെ വൈറ്റ് ബോക്സ് ആയിരുന്നു. വൈറ്റ് ബോക്സിന്റെ മിനിമം പോയിന്റ് റെഡ് ബോക്സിന്റെ മാക്സിമം പോയിന്റിൽ. കറക്റ്റ് അല്ലേ ഇപ്പൊ എത്തിയത്? ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിവറ്റ് പൊസിഷൻ എങ്ങനെ എവിടെ എത്തിയപ്പോ? പിവോട്ട് പൊസിഷൻ എപ്പോഴും അത് വരയ്ക്കുന്ന സർഫേസിൽ സീറോയിലായിരിക്കും ഉണ്ടാവുക. വരച്ച സർഫേസിന്റെ സീറോ തന്നെ ഉണ്ട്. കറക്റ്റ് സെന്ററിൽ വരയ്ക്കുന്നത് നമ്മൾ സീറോ എന്ന് പറഞ്ഞാൽ ഈ സെഡ് ആക്സിസ് അല്ലേ, അതിന്റെ ആ ഫേസിന്റെ കറക്റ്റ് സെന്ററിൽ. അപ്പൊ അലൈനിൽ ഫസ്റ്റ്, ദെൻ അലൈൻ്റെ അടുത്ത ഓപ്ഷൻ ഇതിന്റെ സെന്റർ ആണ്. സെന്റർ എന്ന് പറഞ്ഞാലോ കറക്റ്റ് ഈ ഒബ്ജക്റ്റിന്റെ സെന്റർ വരും. അപ്പൊ ആ ഒബ്ജക്റ്റിന്റെ സെന്റർ കറക്റ്റ് വരാൻ വേണ്ടിട്ട് ഇതിനെ സൈസ് ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്, മനസ്സിലാവാൻ വേണ്ടിട്ടാണ്. ഓക്കെ, ഈ ഒബ്ജക്റ്റിന്റെ സെന്റർ, ഈ ഒബ്ജക്റ്റിന്റെ സെന്ററിലാണ് നിൽക്കേണ്ടത് വെച്ചാൽ ഫസ്റ്റ് ഒബ്ജക്റ്റിനെ കറണ്ട് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, അലൈൻ ടൂൾ സെലക്ട് ചെയ്യുക, ടാർഗറ്റ് ഒബ്ജക്റ്റിനെ കാണിച്ചു കൊടുക്കുക. അപ്പൊ ഇതിൽ നമുക്കറിയാം സെന്റർ ടു സെന്റർ. കറക്റ്റ് ആണോ? അല്ലെ? ഈ ഒബ്ജക്റ്റിന്റെ സെന്റർ ഈ ഒബ്ജക്റ്റിലല്ലേ നിൽക്കുന്നത്. ദെൻ അടുത്തത് പിവോട്ട് ടു പിവോട്ട് ആണ്. ഈ ഒബ്ജക്റ്റിന്റെ പിവോട്ട് ശരിക്കും നിൽക്കുന്നത് എവിടെയല്ല, ഈ താഴെയല്ലേ, ഈ ഫേസിലല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ പിവോട്ട് ഈ ഒബ്ജക്റ്റിന്റെ പിവോട്ടിൽ കറക്റ്റ് ഒരേ ഫേസിലാണ് നിൽക്കേണ്ടത് വെച്ചാൽ സെലക്ട് കറണ്ട് ഒബ്ജക്റ്റ്, അലൈൻ ടൂൾ സെലക്ട് ചെയ്യുക, ടാർഗറ്റ് ഒബ്ജക്റ്റിനെ കാണിച്ചു കൊടുക്കുക, പിവോട്ട് ടു പിവോട്ട് എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇതിനെ നേരെ മേലോട്ടേക്ക് എത്തിക്കണം. ഇതിനെ നേരെ ഈ മേലുള്ള ഈ ഒരു ബോക്സിന്റെ ടോപ്പ് സർഫേസിൽ എത്തിക്കണം, ഈ വൈറ്റ് ബോക്സിന്റെ ബേസ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പിവോട്ട് അഥവാ മിനിമം നമുക്ക് അലൈൻ എന്ന ഓപ്ഷൻ എടുക്കുക, ടാർഗറ്റ് ഒബ്ജക്റ്റിനെ കാണിച്ചു കൊടുക്കുക. ഈ വൈറ്റ് ബോക്സിന്റെ മിനിമം അടുത്ത ബോക്സിന്റെ മാക്സിമത്തിൽ എത്തണം. പക്ഷേ എക്സിലും മാറണ്ട, വൈയിലും മാറണ്ട, സെഡില് മാത്രം മാറിയാൽ മതി. ഓക്കെ അല്ലേ? കറക്റ്റിന്റെ മുകളിൽ തന്നെയല്ലേ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഫസ്റ്റ് അലൈൻ ക്ലിയർ ആണോ? നോട്ട് ചെയ്ത് വെച്ചേക്കും. ഫസ്റ്റ് അലൈൻ ചെയ്ത അതിന്റെ 4 പോയിന്റ് എഴുതി വെക്കുക. ഒന്ന് മിനിമം, മിനിമം പോയിന്റ്, മാക്സിമം പോയിന്റ്, പിവോട്ട്, സെന്റർ. 4 ക്ലിയർ ആണോ? അല്ലെ? കറണ്ട് ഒബ്ജക്റ്റും ടാർഗറ്റ് ഒബ്ജക്റ്റും. മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് കറണ്ട് ഒബ്ജക്റ്റ്. ഏത് ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്, അതായത് ഫിക്സ് ചെയ്ത് വെച്ചത്, അതിനെ ടാർഗറ്റ് ഒബ്ജക്റ്റ്. കറണ്ട് ഒബ്ജക്റ്റ്, ടാർഗറ്റ് ഒബ്ജക്റ്റ്. ഇത്രയും ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അതിൽ പോയിട്ട് ചെയ്യാം. എക്സ് ആക്സിസ് ആണോ, വൈ ആക്സിസ് ആണോ, സെഡ് ആക്സിസ് ആണോ എന്ന് മേലത്തെ ഓപ്ഷനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അലൈൻ എന്ന് പറഞ്ഞ ടൂൾ ഓക്കെയാണ്. അത് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെലക്ട് കറണ്ട് ഒബ്ജക്റ്റ്, പിക്ക് അലൈൻ ടൂൾ. അത് വേണമെങ്കിൽ എഴുതി വെക്കുക. സെലക്ട് കറണ്ട് ഒബ്ജക്റ്റ്, പിക്ക് അലൈൻ ടൂൾ, ദെൻ പിക്ക് ടാർഗറ്റ് ഒബ്ജക്റ്റ്. വരുന്ന ഡയലോഗ് ബോക്സിൽ കറണ്ട് ഒബ്ജക്റ്റ്, ടാർഗറ്റ് ഒബ്ജക്റ്റിന്റെ
പൊസിഷൻസ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ അടുത്ത അലൈൻ എന്ന് പറയുന്നത് ക്യുക്ക് അലൈൻ ആണ്. രണ്ടാമത്തെ അലൈൻ എന്ന് പറയുന്നത് ക്യുക്ക് അലൈൻ. ഓക്കെ, ക്യുക്ക് അലൈൻ. ഈ ഒബ്ജക്റ്റ് ഇപ്പൊ എവിടെയോ ആണ് നിൽക്കുന്നത്. ഈ ഒബ്ജക്റ്റും ഈ ഒബ്ജക്റ്റും തമ്മിൽ ഒറ്റയടിക്ക് തീരെ വലിയ എന്താ പറയാ, അത് ഒരുപാട് ദൂരം വിട്ടിട്ടാണുള്ളത് അല്ലെ. ഫസ്റ്റത്തെ വൈറ്റ് കളറുള്ള ബോക്സിന്റെ പിവോട്ട് റെഡ് കളറുള്ള ബോക്സിന്റെ പിവോട്ടിൽ എത്തണം. നേരത്തെ നമുക്ക് കുറെ ഓപ്ഷൻസ് അവിടെ സെറ്റ് ചെയ്യണ്ടായിരുന്നു. പിവോട്ട് ടു പിവോട്ട് എന്ന ഓപ്ഷൻ ആണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന അലൈനാണ് ക്യുക്ക് അലൈൻ. പിവോട്ട് ടു പിവോട്ട്, അതായത് അതിന്റെ ഒന്നാമത്തെ കറണ്ട് ഒബ്ജക്റ്റിന്റെ പിവോട്ടിനെ ടാർഗറ്റ് ഒബ്ജക്റ്റിന്റെ പിവോട്ടിലാണ് എത്തിക്കേണ്ടതെന്ന് വെച്ചാൽ വെറുതെ ഫസ്റ്റിലത്തെ അലൈൻ എടുക്കേണ്ട ആവശ്യമില്ല, സെക്കൻഡ് അലൈൻ എടുത്താൽ മതി. എക്സിലും വൈയിലും സെറ്റിലും ഒക്കെ ഒരുമിച്ചാണ് അത് പോകുന്നുണ്ടാവുക. ഓക്കെ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. എക്സിലും വൈയിലും ഒരുമിച്ചാണ്. അപ്പൊ എന്ത് ചെയ്യുക, സെലക്ട് കറണ്ട് ഒബ്ജക്റ്റ്. ഇതിന്റെ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെയാണ്. സെലക്ട് കറണ്ട് ഒബ്ജക്റ്റ്, അലൈൻ ടൂളിൽ സെലക്ട് ക്യുക്ക് അലൈൻ ടൂൾ, സെക്കൻഡ് ടൂൾ ആയിട്ടുള്ള ക്യുക്ക് അലൈൻ എന്ന് പറഞ്ഞ ഈ ടൂൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ സെലക്ട് ടാർഗറ്റ് ഒബ്ജക്റ്റ്. വേറെ ഓപ്ഷൻസ് ഒന്നും ചോദിക്കുന്നില്ല, അവിടെ ഓപ്ഷൻസ് ഫിനിഷ് ആയി. എന്ത് ചെയ്തു, കറണ്ട് ഒബ്ജക്റ്റിന്റെ ടാർഗറ്റ് ഒബ്ജക്റ്റിന്റെ അല്ലേ, കാണുന്നുണ്ടോ അല്ലെ? ഇതിന്റെ പിവോട്ടും ഒരേ പൊസിഷനിലാണ്. അത് ക്യുക്ക് അലൈൻ ടൂൾ. ക്യുക്ക് അലൈൻ എന്ന് പറഞ്ഞാൽ പിവോട്ട് ടു പിവോട്ട്. അവിടെ ജസ്റ്റ് വേണമെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കുക. പിവോട്ടിന് ഒന്നാമത്തെ കറണ്ട് ഒബ്ജക്റ്റിന്റെ പിവോട്ടിനെ ടാർഗറ്റ് ഒബ്ജക്റ്റിന്റെ പിവോട്ടിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് പിവോട്ട് ടു പിവോട്ട്, ഒന്നാമത്തെ പിവോട്ടിൽ നിന്ന് രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ പിവോട്ടിലേക്ക് എത്തിക്കാം. ഓക്കെ, മൂന്നാമത്തെ അലൈൻ ടൂളിന്റെ പേര് നോർമൽ അലൈൻ. ഹലോ, അത് ക്ലിയർ അല്ലേ? മൂന്നാമത്തെ അത് എഴുതിയ സ്റ്റെപ്പ് എഴുതിയതല്ലേ? സെലക്ട് കറണ്ട് ഒബ്ജക്റ്റ്, പിക്ക് ക്യുക്ക് അലൈൻ ടൂൾ, ദെൻ സെലക്ട് ടാർഗറ്റ് ഒബ്ജക്റ്റ് കഴിഞ്ഞാൽ അതിന്റെ പിവോട്ട്, രണ്ടിന്റെ പിവോട്ട് ഒരേ പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. മൂന്നാമത്തെ അലൈൻ്റെ ടൂൾ ആണ് നോർമൽ അലൈൻ. മൂന്നാമത്തെ അലൈൻ ടൂളിന്റെ പേരാണ് നോർമൽ അലൈൻ. നോർമൽ അലൈൻ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ്. ഇവിടെ 3 ഒബ്ജക്റ്റിനെ വരച്ച് കാണുന്നു അല്ലെ? ഫേസ് ടു ഫേസ്. എനിക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഈ റെഡ് കളറിൽ ഒബ്ജക്റ്റ് കൊടുത്തിട്ടുള്ള ആ ഒബ്ജക്റ്റിന്റെ ഈ ടോപ്പ് ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് എനിക്ക് ഈ ഫേസിൽ കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്യണം. റെഡ് ഫേസിന്റെ മുകളിലായിട്ട് അലൈൻ ചെയ്യണം. ഓക്കെ,
ടോപ്പ് ഫേസ് ആണ് ഈ ഭാഗത്തേക്ക് അലൈൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇത് ശരിക്കും ഒരേ കളർ ആവണമെന്നൊന്നുമില്ല, മനസ്സിലാവാൻ വേണ്ടിട്ട് ഞാൻ കളർ ആക്കിയേ ഉള്ളൂ. ഓക്കെ, സെലക്ട് ഒബ്ജക്റ്റ് ഫേസ് ടു ഫേസ് അലൈന് അഥവാ നോർമൽ അലൈന് സെലക്ട് ഒബ്ജക്റ്റ്. അലൈൻ ടൂളിന്റെ അകത്തുള്ള മൂന്നാമത്തെ ടൂൾ ആയിട്ടുള്ള ഫേസ് ഹൈലൈറ്റ് നോർമൽ അലൈൻ എന്നാണ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അലൈൻ ടൂളിലായിട്ടുള്ള മൂന്നാമത്തെ അലൈൻ നോർമൽ അലൈൻ. നോർമൽ അലൈൻ ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് സെലക്ട് ഫേസ് ഓഫ് ദി കറണ്ട് ഒബ്ജക്റ്റ്. കറണ്ട് ഒബ്ജക്റ്റിന്റെ ഫേസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് ഈ ഫേസ് ആണ്, ഈ ടോപ്പിലുള്ള ഈ ഫേസ് ആണ് കൊണ്ടുപോകണ്ടെന്നുണ്ടെങ്കിൽ ആ ഫേസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ടാർഗറ്റ് ഒബ്ജക്റ്റിന്റെ ഏത് ഫേസിലാണ് നിൽക്കുന്നത് വെച്ചാൽ ആ പോയിന്റ് അവിടെ കാണിച്ചു കൊടുത്താൽ ടിക്ക് ചെയ്യുന്ന പോയിന്റ് പോയിട്ടായിരിക്കും അത് നിൽക്കുന്നുണ്ടാവാം. ഓക്കെ ആണോ? അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പം ഈ ഒരു വയലറ്റ് കളറിലുള്ളതിന്റെ എനിക്ക് ബോട്ടം സർഫേസ് ആണ് ഇതിന്റെ മുകളിൽ എത്തിക്കുന്നത് വിചാരിക്കുക. ബോട്ടം സർഫേസ് ആണ് എത്തിക്കുന്നത് മാത്രമാണ്. സെലക്ട് കറണ്ട് ഒബ്ജക്റ്റ്, മൂവ് ചെയ്യിക്കേണ്ട ഒബ്ജക്റ്റ് ഈ ഒബ്ജക്റ്റ് ആണ്, അതിനെ സെലക്ട് ചെയ്യുക. നോർമൽ അലൈൻ ടൂൾ സെലക്ട് ചെയ്യുക. ഫേസ് ഓഫ് ദി കറണ്ട് ഒബ്ജക്റ്റ്, അതായത് ബോട്ടം സർഫേസ് കാണിച്ചു കൊടുത്തു. ദെൻ ഫേസ് ഓഫ് ദി ടാർഗറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ടാർഗറ്റ് ഒബ്ജക്റ്റ് കാണിച്ചു കൊടുത്തു. ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ എക്സ് ആക്സിസിലേക്ക് വേണമെങ്കിൽ നീക്കി വെക്കാം. ആ വെച്ച ഓപ്ഷൻ്റെ അകത്ത് നിന്ന് വൈ ആക്സിസിലേക്ക് വേണമെങ്കിൽ നീക്കി വെക്കാം. Z ആക്സിസിലേക്ക് നീക്കി വെക്കാം. അതിനെ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്താൽ കാണൂല. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ഈ നോർമൽ അലൈൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്യാൻ നമ്മൾ ടൂളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതിയോ അതോ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ആണോ? നോർമൽ അലൈൻ്റെ അത് ഈ ടൂളിന്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് അല്ല, ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് പിടിക്കണം. ക്ലിക്ക് ചെയ്ത് താഴോട്ടേക്ക് കാണിച്ചു കൊടുക്കാം. ക്ലിക്ക് വിടാതെ താഴോട്ടേക്ക് കാണിച്ചു കൊടുക്കാൻ മതി. ലാസ്റ്റ് ഒരു ഒബ്ജക്റ്റിന് ലാസ്റ്റ് ഞാൻ ഈ ടീ പോട്ട്. ഹലോ, ഇപ്പൊ എന്താ ചെയ്തേ? ഹലോ 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 ഹലോ, അവിടെ രണ്ടെണ്ണത്തിന്റെയും ഓഡിയോ ഓൺ ആക്കിയിട്ടുണ്ടോ? എനിക്ക് എന്റെ സൗണ്ട് തന്നെ തിരിച്ച് കേൾക്കുന്നുണ്ട്. ഫോണിൽ തീരെ ഭയങ്കര ലാഗ് ആയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര സ്ട്രെച്ച് ചെയ്തിട്ട് മനസ്സിൽ തീരെ ക്ലിയർ ആവുന്നില്ല. ഞാനത് മ്യൂട്ട് ചെയ്ത് നോക്കാം. ഞാൻ അതൊന്നല്ല എന്റെ, അപ്പോ എനിക്ക് കേൾക്കുന്നുണ്ടാവും. ഒരു മിനിറ്റ്. ഓക്കെ, ഓക്കെ. മൂന്നാമത്തെ ഞാൻ ഈ ടീ പോട്ടിന്റെ ബോട്ടം ഫേസ്, ഈ ബോട്ടം ഫേസിന് ഈ ഒരു ഒബ്ജക്റ്റിനെ ഈ ഒരു ഫേസിലേക്ക് എത്തിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതായത് ഈ ഒരു വയലറ്റ് കളറിലുള്ള ഒബ്ജക്റ്റിനെ ടോപ്പ് ഫേസിലേക്കാണ് എത്തിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെലക്ട് കറണ്ട് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സ്റ്റെപ്പ് എഴുതി വെക്കാം. സെലക്ട് കറണ്ട് ഒബ്ജക്റ്റ്, സെലക്ട് കറണ്ട് ഒബ്ജക്റ്റ്. ദെൻ അലൈൻ ടൂൾസിന്റെ അകത്ത് വന്നിട്ട് അവിടുന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ മൂന്നാമത്തെ നോർമൽ അലൈൻ ടൂൾ സെലക്ട് ചെയ്യാം. അലൈനിലെ നോർമൽ അലൈൻ ടൂൾ സെലക്ട് ചെയ്യാം. ദെൻ പിക്ക് ഫേസ് ഓഫ് ദി കറണ്ട് ഒബ്ജക്ട്, പിക്ക് ഫേസ് ഓഫ് ദി കറണ്ട് ഒബ്ജക്ട്. അപ്പൊ കറണ്ട് ഒബ്ജക്ട് ഈ സ്റ്റെപ്പ് വേറെ എവിടെ നിന്നും നമുക്ക് കിട്ടില്ല, പറയുമ്പോൾ എഴുതി വെക്കണം. പിക്ക് ഫേസ് ഓഫ് ദി കറണ്ട് ഒബ്ജക്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ ഒബ്ജക്റ്റിനെ നോക്കുക. ഒബ്ജക്റ്റിന്റെ ഏത് ഫേസ് ആണ് വേണ്ടത് വെച്ചാൽ ജസ്റ്റ് സൂം ചെയ്തിട്ട് ആ ഫേസ് പോയിട്ട് സെലക്ട് ചെയ്യാം. പിക്ക് ഫേസ് ഓഫ് ദി കറണ്ട് ഒബ്ജക്റ്റ്, പിക്ക് ഫേസ് ഓഫ് ദി ടാർഗറ്റ് ഒബ്ജക്റ്റ്. ഞാൻ അവിടുന്ന് ചെരിച്ചാണ് പിക്ക് ചെയ്തത്, അതുകൊണ്ടാണ് ഇത് ചെരിഞ്ഞിട്ട് തന്നെ കിട്ടുന്നത്. അത് കറക്റ്റ് നേരെ സെലക്ട് കറണ്ട് ഫേസ്, കറണ്ട് ഒബ്ജക്റ്റിന്റെ ഫേസ് കാണിച്ചു കൊടുക്കാം. പെർസ്പെക്റ്റീവ് വ്യൂവിൽ വന്നിട്ട് ടാർഗറ്റ് ഒബ്ജക്റ്റ് ഏത് ഫേസിലാണോ നിൽക്കേണ്ടത് വെച്ചാൽ ആ ഫേസ് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ചെരിച്ച് പിക്ക് ചെയ്താൽ അത് ചെരിഞ്ഞിട്ടാണ് വരുന്നുണ്ടാവുക.
ഓക്കെ, റെഡി ആയില്ലേ? ഓക്കെ. ഓക്കെ, ഇതാണ് നോർമൽ അലൈൻ ടൂൾ. നോർമൽ അലൈൻ. അടുത്തത് പ്ലേസ് ഹൈലൈറ്റ് ആണ്. അത് വെറുതെ ജസ്റ്റ് എന്തായാലും നമ്മൾ ചെയ്യുന്നില്ല, അതുകൊണ്ട് പറയണോ? നമ്മൾ എന്തായാലും അത് വർക്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നാണ് പ്ലേസ് ഹൈലൈറ്റ്. നമ്മൾ നോക്കേണ്ട ബേസിക് നമ്മൾ ചെയ്യുന്നത് എങ്ങനെ എന്താണ് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞു ജസ്റ്റ് പറഞ്ഞു. ഓക്കെ, ഒന്നുമില്ല. സെലക്ട് ചെയ്യേണ്ടത് കറണ്ട് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. പ്ലേസ് ഹൈലൈറ്റ് എന്ന മൂന്നാമത്തെ ടൂൾ സെലക്ട് ചെയ്ത് ഒരു ഫേസ് വെച്ചിട്ടാണ് ഇതാ ഈ ഒരു ഫേസിനെ പിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഡയറക്ഷൻ അതിന്റെ ഇടയിലുള്ള ഡയമെൻഷൻ കീപ്പ് ചെയ്തിട്ട് ആ ഫേസിനനുസരിച്ച് ഇങ്ങനെ അലൈൻ ആവാം. പക്ഷെ ഇതിനെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടേ വരുള്ളൂ, അത് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ എടുക്കാൻ കഴിയൂല. പ്ലേസ് ഹൈലൈറ്റ്. ലാസ്റ്റ് വൺ അല്ല, അടുത്ത ടൂള് ക്യാമറ അലൈൻ. ക്യാമറ അലൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇതിനകത്തൊരു ക്യാമറ വേണം. ഏതെങ്കിലും ഒരു ക്യാമറ എടുത്തിട്ട് കൊണ്ടുപോയേക്കാം. ഇപ്പൊ ഈ ക്യാമറന്റെ വ്യൂ നോക്കുന്നത് ഇവിടുന്ന് താഴോട്ടേക്കാണ്. അതായത് ക്യാമറ വ്യൂവിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റില്ല, അല്ലേ? ക്യാമറ വ്യൂവിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒബ്ജക്റ്റ് കാണാൻ പറ്റില്ല, കാരണം ഇത് താഴോട്ടേക്കാണല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്യാമറ സെലക്ട് ചെയ്യാം, ക്യാമറ അലൈൻ സെലക്ട് ചെയ്യാം. ഏത് ഒബ്ജക്റ്റിനകത്തേക്കാ കൊടുക്കണ ചില ഒബ്ജക്റ്റിനെ കാണിച്ചു കൊടുക്കാം. ക്യാമറ എവിടെയും ക്ലിക്ക് ചെയ്താൽ മതിയില്ല, ക്യാമറയുടെ ക്യാമറ എവിടെയും ക്ലിക്ക് ചെയ്താൽ മതി. ഇനി വേണമെങ്കിൽ ടാർഗറ്റ് ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാല് ഇതിപ്പോ എവിടേക്കോ ആണുള്ളത്. ക്യാമറ സെലക്ട് ചെയ്തു, ക്യാമറ അലൈൻ എടുത്തിട്ട് ഇത് ഒബ്ജക്റ്റിനെ കാണിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ടാർഗറ്റ് ഒബ്ജക്റ്റിന്റെ മുകളിൽ പോയി നിൽക്കും. ഈ ക്യാമറ നമുക്ക് വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും ചിരിക്കാം. മൂവ് മാത്രം ചെയ്യേണ്ടുള്ളൂ. മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ മൂവ് ചെയ്യുന്ന സമയത്ത് ടാർഗറ്റ് അതിന്റെ ഒബ്ജക്റ്റിന്റെ മുകളിൽ തന്നെ നിന്നോളൂ. സി എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ വ്യൂവിന്റെ ഷോർട്ട് കീ ആണ്. സി ക്യാമറ വെച്ചതിന് ശേഷം സി അടിച്ച ഇപ്പൊ കണ്ടില്ലേ? കറക്റ്റ് ആ ക്യാമറന്റെ വ്യൂവിനുള്ളിൽ കൂടെ നോക്കിയാൽ ഇങ്ങനെയാണ് കാണുക. റെൻഡർ ചെയ്യുന്നത് ആ ഒരു ഭാഗമായിരിക്കും. സ്റ്റാർട്ടിംഗ് ഒക്കെ ഉപയോഗിക്കാം, ഇത് ഉപയോഗിക്കാം, ഫിസിക്കൽ ക്യാമറ ഉപയോഗിക്കാം. വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ട എഫക്റ്റിനനുസരിച്ച് അത് വേണമെങ്കിൽ സാധാരണ എഫക്റ്റ് മതിയെങ്കിൽ ക്യാമറ ഇത് സാധാ ക്യാമറ കൊടുത്താൽ മതി. അതല്ല കുറച്ചും കൂടി എന്തെങ്കിലും ഒരു സ്മൂത്ത് ആയിട്ടുള്ള എഫക്റ്റ് ഒക്കെ വേണമെങ്കിൽ അതിനനുസരിച്ച് വീറേ ക്യാമറ. ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കേർവ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇന്റീരിയർ ഫേസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഡോം ക്യാമറ അങ്ങനെ മാറ്റി കൊടുക്കണം. എന്തായാലും ഇപ്പൊ തൽക്കാലം ഈ 4 ക്യാമറയേ ഉള്ളൂ. സ്റ്റാൻഡേർഡ്, വീറേ. വീറേന്റെ അകത്തുള്ള ഫിസിക്കൽ ക്യാമറ, ഡോം ക്യാമറ, അതുപോലെ സ്റ്റാൻഡേർഡിന്റെ അകത്തുള്ള ഫ്രീ ക്യാമറ, ടാർഗറ്റ് ക്യാമറ. ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എഡിറ്റിന്. കാരണം ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റിന് എന്തുണ്ടാവും? ഒരു ടാർഗറ്റും ആ ക്യാമറ വെച്ച സോഴ്സും ഉണ്ടാവും. ഫ്രീ ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ വെക്കാനേ കഴിയുള്ളൂ, ആ ക്യാമറയ്ക്ക് ടാർഗറ്റ് ഉണ്ടാകും. വേറെ വ്യത്യാസമൊന്നുമില്ല രണ്ടും തമ്മിൽ. ഓക്കെ, ദെൻ ക്യാമറ അലൈൻ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് വ്യൂ അലൈൻ. ലാസ്റ്റ് വൺ വ്യൂ അലൈൻ. ഈ ഒബ്ജക്റ്റ് ഇപ്പൊ നമ്മൾ ശരിക്കും വെച്ചത് ടോപ്പ് വ്യൂന് അലൈൻ ആയിട്ടാണ്, അല്ലെ? ഞാൻ ജസ്റ്റ് ഇതാ ഫ്രണ്ട് വ്യൂല് വന്നതിന് ശേഷം അവിടുന്ന് വ്യൂ അലൈൻ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാല് ഇപ്പൊ അത് അലൈൻ ആയ ഫ്രണ്ട് വ്യൂനല്ലേ, അല്ലെ? ഫ്രണ്ട് വ്യൂലല്ലേ നിൽക്കുന്നത്? വ്യൂ അലൈൻ ആ വ്യൂല് സർഫേസിന് അതാ ലെഫ്റ്റ് വ്യൂല് വന്നതിന് ശേഷം ലെഫ്റ്റ് വ്യൂന്ന് ജസ്റ്റ് വ്യൂ അലൈൻ കൊടുത്തു, അല്ലെ? ലെഫ്റ്റ് വ്യൂന് അലൈൻ ആയി. അതല്ല, ഇതൊക്കെ ഇപ്പൊ ഇവിടെ ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ടോപ്പ് വ്യൂ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് വ്യൂ എടുക്കാം, വ്യൂ അലൈൻ കൊടുക്കാം. ഒരിക്കലും പേഴ്സ്പെക്റ്റീവ് വ്യൂല് നമ്മൾ ചെയ്താൽ വൃത്തിയാവില്ല. അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു വ്യൂലാണ് അലൈൻ ആവേണ്ടതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ ഭാഗത്തേക്കും ചെരിഞ്ഞിട്ടേക്ക് വരാം. ആ ഒരു വ്യൂ പോർട്ടിൽ നോക്കുമ്പോൾ നേരെ, പക്ഷെ ബാക്കിയുള്ളതിലൊക്കെ ചെരിഞ്ഞിട്ടായിരിക്കും വ്യൂല് അലൈൻ ആയിട്ട്. ഓക്കെ, കണ്ടില്ലേ?
ടോപ്പ് വ്യൂവിൽ പോയിട്ട് വീണ്ടും വ്യൂ അലൈൻ കൊടുത്താൽ ടോപ്പ് വ്യൂവിൽ ബേസ്. ഈ ശരിക്കും ടീപോട്ടിന്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണല്ലോ. ആ ബേസ് ടോപ്പ് വ്യൂവിന് അലൈൻ ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഫ്രണ്ട് കൊടുത്താൽ ഫ്രണ്ടിന് അലൈൻ ആയിട്ട് നിൽക്കും, ലെഫ്റ്റ് കൊടുത്താൽ ലെഫ്റ്റിന്, ഏത് വ്യൂവിനാണോ നോക്കുന്നത് അതിനനുസരിച്ച് അലൈൻ ആയിട്ട് നിൽക്കും. ആ ബേസ് അവിടെ നിൽക്കും. ഓക്കെ, വ്യൂ അലൈൻ വരെ ക്ലിയർ ആണോ? അതെ. ദെൻ നെക്സ്റ്റ് നമുക്ക് ടൂൾസ് കാര്യങ്ങൾ, മെയിൻ ടൂൾ ബാറിനകത്തുള്ള ടൂൾസ് ഇത്രയും നോക്കുക. അടുത്തത് നമുക്ക് ഇവിടെ ഹയറാർക്കിയിലേക്ക് വരും. ഹയറാർക്കി അടുത്ത ഓപ്ഷൻ ആണ് ഹയറാർക്കി. ഹയറാർക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് പോയിന്റ് ചേഞ്ച് ചെയ്യാനാന്ന് പറഞ്ഞു. ബേസ് പോയിന്റ് 3ds Maxൽ പറയില്ല, പിവോട്ട് ചേഞ്ച് ചെയ്യാനാണ്. ഹയറാർക്കി പിവോട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ എന്തിനാണ് പിവോട്ട് ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഇവിടെ അവിടെ ഒരു ബോക്സ് വരച്ചു വെച്ചു. ഈ ബോക്സിന്റെ പിവോട്ട് ഇപ്പൊ ഉള്ളത് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബോട്ടം സർഫേസിൽ സെൻട്രലായിട്ടാണ് ഉള്ളത്. ബോട്ടം സർഫേസിന്റെ സെൻട്രലായിട്ടാണ് അതിന്റെ പിവോട്ട് ഇപ്പൊ ഉള്ളത് അല്ലേ? പിവോട്ട് എന്ന് പറയുന്നതാണ് ഈ ആരോ പോലുള്ള സംഭവമാണ് അതിന്റെ പിവോട്ട്. ജസ്റ്റ് അതിനെ സെലക്ട് ചെയ്തു, ഹയറാർക്കിയിൽ വന്നിട്ട് ഹയറാർക്കിന്റെ താഴെ വന്നേക്കാണ് എഫക്ട് പിവോട്ട് ഓൺലി എന്ന് വെച്ചാൽ പിവോട്ടിനെ മാത്രം എഫക്ട് ചെയ്യണം. നമ്മൾ കൊടുത്തതാണ് പിവോട്ടിനെ മാത്രം എഫക്ട് ചെയ്യണം. എഫക്ട് പിവോട്ട് ഓൺലി കൊടുത്തു. ഇനി ഇതിനെ നീക്കി നോക്കിയാൽ ആ ഒബ്ജക്റ്റിന് അവിടുന്ന് എന്തെങ്കിലും പൊസിഷൻ മാറ്റം വരുന്നുണ്ടോ? ഇല്ല. പക്ഷെ എന്ത് മാത്രമേ മാറുന്നുള്ളൂ? പിവോട്ട് മാത്രമേ മാറുന്നുള്ളൂ. ഇനി റൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ആവുന്നുണ്ടോ? ഇല്ലല്ലോ. പിവോട്ട് മാത്രമേ റൊട്ടേറ്റ് ആവുന്നുള്ളൂ. സ്കെയിൽ ചെയ്താലും പിവോട്ട് മാത്രമേ ആവുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാലോ? എഫക്ട് പിവോട്ട് ഓൺലി ഓഫ് ചെയ്ത് കഴിഞ്ഞാലോ? കണ്ടില്ലേ, ഈ ഒബ്ജക്റ്റിന്റെ പിവോട്ട് ഇപ്പൊ ഉള്ളത് അതിന്റെ ആ ബേസ് സെന്ററിലല്ല, നമ്മൾ ഇവിടേക്ക് നീക്കി വെച്ച് കൊടുത്തിട്ടാണ്. ഇനി റൊട്ടേഷൻ എടുത്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കോപ്പി എടുത്ത് കഴിയുമ്പോ കണ്ടോ അല്ലെ, കറക്റ്റ് സെന്ററിൽ ഒരു ഈക്വൽ സ്പേസ് വെച്ചിട്ട് അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിവോട്ട് ചേഞ്ച് ചെയ്ത്. ക്ലിയർ? ഇത് അധികം സ്റ്റെയർ കേസ് ക്രിയേറ്റ് ചെയ്യാനും ഒരു ടേബിളിന്റെ ചുറ്റും ചെയറിനെ അറേഞ്ച് ചെയ്യുക അങ്ങനത്തെ ഓപ്ഷൻസിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മള് ഇപ്പോ ജസ്റ്റ് റൊട്ടേഷനിൽ കൊടുത്തിട്ടുള്ളൂ ക്ലോണിങ്, അതോ റൊട്ടേഷനിലാണ് ക്ലോണിങ് കൊടുത്തത്. റൊട്ടേഷനിലാണ് ക്ലോണിങ്, അതായത് കോപ്പി ഓപ്ഷൻ കൊടുത്തത്. ഇവിടെ എഫക്ട് പിവോട്ട് ഓൺലി കൊടുത്തത് പിവോട്ടിനെ കറക്റ്റ് സെന്ററിലേക്ക് ആക്കി വെച്ചെങ്കിലേ ഈ ഗ്യാപ്പ് അവിടെ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ അതിന്റെ സെന്ററിലാണ്. ഇവിടുന്ന് ഞാൻ നേരത്തെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് അതേ പൊസിഷനിൽ അതിന്റെ സെന്ററിൽ വെച്ചിട്ടായിരുന്നു റൊട്ടേറ്റ് ആയത് അല്ലേ? കറക്റ്റ് അല്ലേ? അതിന്റെ സെന്ററിൽ വെച്ചിട്ടാണ് റൊട്ടേറ്റ് ആയത്. അതേസമയം ഈ ഒബ്ജക്റ്റുകളുടെ ഒക്കെ ഹൈറാർക്കി പിവോട്ടിനെ സെലക്ട് ചെയ്തു, ജസ്റ്റ് ഇവിടേക്ക് മൂവ് ചെയ്തു അല്ലേ? എല്ലാത്തിന്റെയും പിവോട്ട് ഇപ്പൊ ഉള്ളത് ഇവിടെയാണ്. അപ്പം എല്ലാ ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ? ഇതിൽ നമ്മൾ ആംഗിൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. നമ്മൾ ഒബ്ജക്റ്റിനെ എൻ്റർ ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ നമ്പർ അനുസരിച്ച് അത് ഈക്വൽ ഡിസ്റ്റൻസ് ആയി കീപ്പ് ചെയ്യുന്നു മാത്രമല്ല. ആംഗിൾ ഓൾറെഡി നേരത്തെ ഇവിടെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ആംഗിൾ സ്നാപ്പ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് നേരത്തെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഇതിന്റെ പിവോട്ടുകളെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് പിവോട്ടിന്. ഇപ്പൊ ഇതിന്റെ ഒക്കെ പിവോട്ട് നോക്കിയാൽ എല്ലാത്തിന്റെ പിവോട്ട് അവിടെ സെന്ററിലാണ് അല്ലെ? ഈ മൊത്തമായിട്ടുള്ള അപ്പൊ ആ ഒബ്ജക്റ്റിന്റെ സെന്ററിലല്ല, അതാത് ഒബ്ജക്റ്റിന്റെ സെന്ററിലേക്ക് പിവോട്ട് മൊത്തം വരണം എന്ന് വിചാരിക്കാം. ഓരോരോ ഒബ്ജക്റ്റിന്റെ സെന്ററിലേക്ക് തന്നെ പിവോട്ട് വരണം. എന്ത് ചെയ്യാ? എഫക്ട് പിവോട്ട് ഓൺലി ടിക്ക് ചെയ്യാ, താഴെ അലൈൻമെന്റിന്റെ അകത്ത് സെന്റർ ടു ഒബ്ജക്റ്റ് അല്ലേ? എല്ലാ ഒബ്ജക്റ്റിന്റെയും സെന്ററിലേക്ക് തന്നെ വന്നിട്ടുണ്ടാവും. അലൈൻ ടു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന് അലൈൻ ആയിട്ടുണ്ടാവും. അലൈൻ ടു വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇതാ എക്സ് ആക്സിസിലേക്ക് എക്സും വൈ ആക്സിലേക്ക് വൈ ആക്സും കാണിക്കുന്ന രീതിയിലാവും പിവോട്ട് മാത്രം. പക്ഷെ ഒബ്ജക്റ്റിന് മാറ്റം വരുന്നില്ല. പിന്നെ ഞാൻ എഫക്ട് ഒബ്ജക്റ്റ് ഓൺലി കൊടുത്തു. എഫക്ട് ഒബ്ജക്റ്റ് ഓൺലി എന്ന് പറഞ്ഞാല് ഒബ്ജക്റ്റിന് മാത്രം സെൻഡ് ചെയ്യണം. അലൈൻ ടു പിവോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
കണ്ടോ? ക്ലിയർ ആണോ? ഇവിടെ ശരിക്കും 4 ഒബ്ജക്റ്റ് ഉണ്ട് അലൈൻ ടു കണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എഫക്റ്റ് പിവോട്ട് ഓൺലി ഓർത്ത് വെക്കുക. ഒരു ഹൈറാർക്കിയിൽ വരാം. എഫക്റ്റ് പിവോട്ട് ഓൺലി ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ പിവോട്ടിനെ മൂവ് ചെയ്ത പിവോട്ട് മാത്രമേ മൂവ് ആവുള്ളൂ. ഓക്കെ. അതൊക്കെ തെറ്റിപ്പോയതിന് അഥവാ വല്ല കാരണവശാലും എന്തെങ്കിലും ഇതിന് തെറ്റിപ്പോയി നമുക്ക് ഇതിന്റെ ശരിക്കില് സെന്ററിലേക്ക് തന്നെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ സെന്റർ ടു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ സെന്ററിലേക്ക് പോകും. ഒബ്ജക്റ്റിന്റെ സെന്ററിലേക്കാണ് പോവുക, താഴെ ബേസിലേക്കല്ല. പിന്നെ അവിടുന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ അലൈനിൽ വന്നിട്ട് ടാർഗറ്റ് ഒബ്ജക്റ്റിനെ കണ്ടിട്ടാണ് അത് മിനിമത്തിൽ എത്തണം, Z ആക്സിസിൽ മാത്രം. അല്ലെങ്കിൽ ഇവിടുത്തെ കേസാണ് Y ആക്സിസ് മാത്രം. അപ്പൊ അങ്ങനെയാകുമ്പോ ഫസ്റ്റ് നിൽക്കുന്ന അതേ പൊസിഷനിലായിട്ട് വന്നു. അലൈൻ ടു ഒബ്ജക്റ്റും സെന്റർ ടു ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അലൈൻ ടു ഒബ്ജക്റ്റ് ഓക്കെ ഇപ്പൊ പറയാം. സെന്റർ ടു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് ഈ ഒബ്ജക്റ്റിന്റെ കറക്റ്റ് സെന്ററിലല്ലേ പിവോട്ട് നിൽക്കുന്നത്. വോളിയം സെന്ററിൽ നമ്മൾ എവിടേക്കോ വെച്ചതിന് ശേഷം ഒറ്റയടിക്ക് സെന്റർ ടു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് ഒബ്ജക്റ്റിന്റെ സെന്ററിൽ പോയിട്ട് ഇനി നമ്മൾ അറിയാതെ വല്ല കാരണവശാലും ഈ പിവോട്ടിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വിചാരിക്കാം. റൊട്ടേറ്റ് ക്ലിയർ? ശരിക്കും ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിവോട്ട് ഇത് അങ്ങോട്ട് റൊട്ടേറ്റ് ആയിട്ടല്ലേ നിൽക്കുന്നത്. ഈ ആംഗിളിനനുസരിച്ച് ഒബ്ജക്റ്റും കൂടി തിരിയണം. അപ്പൊ എഫക്ട് ഒബ്ജക്റ്റ് ഓൺലി അലൈൻ ടു പിവോട്ട്. പിവോട്ട് എങ്ങനെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് ഒബ്ജക്റ്റ് തിരിയണം. ഓക്കെ. ഇനി അലൈൻ ടു വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സാറ്? ഇത് മൊത്തമായിട്ട് ശരിക്കും ഒബ്ജക്റ്റ് തിരിഞ്ഞു പോയി അല്ലെ? എഫക്ട് പിവോട്ടിനെ മാത്രം അലൈൻ ടു വേർഡ് എന്ന് പറഞ്ഞു കൊടുത്താൽ എപ്പോഴും എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും കാണിക്കും. അതിനുശേഷം എഫക്ട് ഒബ്ജക്റ്റ് എടുത്തിട്ട് അലൈൻ ടു പിവോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് വന്നു. റീസെറ്റ് പിവോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ട് റീസെറ്റ് ആയി ഫസ്റ്റ് പിവോട്ട് എവിടെയാണോ ഉണ്ടായത് അതിനനുസരിച്ച് പോയി നിൽക്കുന്നുണ്ടാവും. റീസെറ്റ് പിവോട്ട് അതിലിനി ഏതെങ്കിലും അറിയാത്തതുണ്ടോ? എഫക്ട് പിവോട്ട് ഓൺലി, എഫക്ട് ഒബ്ജക്റ്റ് ഓൺലി. എഫക്ട് ഹൈറാർക്കി ഓൺലി വെറുതെ ടിക്ക് ചെയ്യാൻ പോണ്ട. ടിക്ക് ചെയ്താൽ ഒന്നുമില്ല, അത് രണ്ടും കൂടി ഒരുമിച്ച് മൂവ് ചെയ്യാന്നുള്ള അതേ ഓപ്ഷൻ തന്നെയാണ്. ഒബ്ജക്റ്റും പിവോട്ടും ഒരുമിച്ച് മൂവ് ചെയ്യാനാണ്. പക്ഷെ അതിന് നമുക്ക് ഇത് ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ എഫക്ട് പിവോട്ട് ഓൺലി, എഫക്ട് ഒബ്ജക്റ്റ് ഓൺലി. പിവോട്ട് ഓൺലി കൊടുത്താൽ പിവോട്ട് മാത്രം ചേഞ്ച് ആവും, ഒബ്ജക്റ്റ് ഓൺലി കൊടുത്താൽ ഒബ്ജക്റ്റ് മാത്രം ചേഞ്ച് ആവും. ഓക്കെ. എഫക്ട് ഒബ്ജക്റ്റ് ഓൺലി കൊടുത്തിട്ട് അലൈൻ ടു വേൾഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരുമല്ലേ ചെയ്യാ? അതെ, ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരും അലൈൻ ടു വേൾഡ് കൊടുത്താൽ. ഷേപ്സിന് ക്രിയേറ്റിന്റെ അകത്ത് നമ്മൾ ജിയോമെട്രി മാത്രമല്ലേ നോക്കിയുള്ളൂ. സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സും എക്സ്റ്റൻഡഡ് പ്രിമിറ്റീവ്സും അത് കംപ്ലീറ്റ് നോക്കിയതല്ലേ? ഹലോ അത് കംപ്ലീറ്റ് നോക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ഷേപ്സും കൂടി ഒന്ന് നോക്കാം. ഷേപ്സ് ജിയോമെട്രി കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തുള്ളതാണ് ഷേപ്സ്. അപ്പൊ ഷേപ്സിന്റെ അകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം കുറെ ലൈൻസ്, റെക്ടാംഗിൾ, സർക്കിൾ, എലിപ്സ്, ഇങ്ങനെ കുറെ ഒബ്ജക്റ്റുകളാണ്. ഓക്കെ. അപ്പൊ അതില് ഞാൻ ജസ്റ്റ് ഒരു റെക്ടാംഗിൾ എടുത്തിട്ട് വരച്ചു. ഈ റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ വെറും 2D ആണ് അല്ലെ? ഇത് കാണാൻ പറ്റുന്നുണ്ടോ? റണ്ടർ ചെയ്ത് നോക്കിയാല് അങ്ങനെ ഒരു റെക്ടാംഗിൾ അവിടെ വരച്ചത് കാണുന്നുണ്ടോ? ഇല്ല, വെറും ബ്ലാക്ക് ഫേസ് ആണ് അല്ലെ? ഇനി ഒബ്ജക്റ്റ് കാണാത്തത് ഡാർക്ക് കളർ ആയതുകൊണ്ടാന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ വൈറ്റ് ആക്കി നോക്കി വെക്കാം. പക്ഷെ എന്നാലും അത് കാണൂല, കാരണം ഷേപ്പുകൾ ഒരിക്കലും റെൻഡർ ചെയ്താൽ കാണൂല. അപ്പൊ ഈ ഷേപ്പിന് ഒരു തിക്നെസ്, ഈ ബോർഡറിൽ കൂടി ഒരു തിക്നെസ് കൊടുക്കണം വിചാരിക്കാം. സെലക്ട് ഒബ്ജക്റ്റ്, മോഡിഫൈയിൽ പോവാ. മോഡിഫൈയിൽ വന്നാൽ ലെങ്ത്തും വിഡ്ത്തും ചേഞ്ച് ചെയ്താൽ അതിന്റെ കറക്റ്റ് ലെങ്ത് എത്രയാണോ വിഡ്ത്ത് എത്രയാണോ എന്നുള്ളത് കൊടുക്കാം. ഓക്കെ. പിന്നെ ഇതിന്റെ കോർണർ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അവിടെ കോർണറിന്റെ റേഡിയസ് ഒരു 10 ഒക്കെ കൊടുത്താൽ അത് റേഡിയസ് കുറച്ചൊരു സ്മൂത്ത് ആയിട്ട് നിൽക്കും. ഓക്കെ.
പക്ഷെ ഇവിടെ ഒന്ന് പാരാമീറ്റർ കഴിഞ്ഞു, അടുത്ത റോൾ ഔട്ട് ആണ് റെൻഡറിങ് റോൾ ഔട്ട്. റെൻഡറിങ് റോൾ ഔട്ട് കണ്ടോ, എല്ലാ ഷേപ്പുകൾക്കും ഈ റെൻഡറിങ് എന്ന് പറഞ്ഞ റോൾ ഔട്ട് ഉണ്ടാവും. എല്ലാ ഷേപ്പുകൾക്കും റെൻഡറിങ് എന്ന് പറഞ്ഞ റോൾ ഔട്ട് ഉണ്ടാവും. ഇതില് എനാബിൾ ഇൻ റെൻഡർ എന്ന് പറഞ്ഞാൽ എനാബിൾ റെൻഡർ ചെയ്യുന്നിടത്തിൽ അത് കാണണം. ഈ ഒബ്ജക്റ്റ് നേരത്തെ റെൻഡർ ചെയ്തപ്പോ കണ്ടില്ലല്ലോ, ഇപ്പൊ റെൻഡർ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് കാണുന്നുണ്ടോ നോക്കിയാൽ കാണുന്നില്ല അല്ലെ. എനാബിൾ ഇൻ റെൻഡർ എന്ന് പറഞ്ഞാൽ റെൻഡർ ചെയ്യുമ്പോൾ അതിനെ കാണണം. കാണുന്നുണ്ടോ അല്ലെ? കാണുന്നുണ്ട്. പക്ഷെ അത് എവിടുന്നാണ് അത്ര ആ ഒരു തിക്നെസ് വന്ന് അതിൽ കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് അതിന്റെ തൊട്ട് താഴെ തന്നെ എനാബിൾ ഇൻ വ്യൂ പോർട്ടും കൂടി കാണാം. എന്ന് വെച്ചാൽ എന്ത് ചെയ്യും, ഇതിന്റെ തിക്നെസ് വ്യൂ പോർട്ടിലും കാണാം. വ്യൂ പോർട്ടിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ താഴെ അതിന് ഷേപ്പ്, ആ റെൻഡർ ചെയ്യുന്നതിന്റെ ഷേപ്പ് റേഡിയൽ ആണോ വേണ്ടത് റെക്ടാങ്കുലർ ആയിട്ടാണോ വേണ്ടത് ചോദിക്കുന്നത്. ഇതിപ്പോ റേഡിയൽ ഉള്ളതുകൊണ്ടാണ് റൗണ്ട് പോലെ കാണുന്നത്. അപ്പൊ അതിന്റെ തിക്നെസ് 1 അല്ല ഒരു 5 ആണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ തിക്നെസ് കൂടി. അപ്പൊ ഇത്രയൊന്നും വേണ്ട, വളരെ ചെറുത് മതി എന്ന് കൊടുത്താൽ 0.1 മതി. ക്ലിയർ? ഇതും എന്താ റെൻഡറിൽ നോക്കിയാൽ ചെറുതായിട്ട് കാണുന്നുണ്ടോ? അപ്പം ഷേപ്പുകൾക്ക് ജസ്റ്റ് ബോർഡറിൽ കൂടെ അതിന്റെ ഔട്ട്ലൈൻ കാണിച്ചിട്ട് ഒരു തിക്നെസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ആണ് റെൻഡറിങ് റോൾ ഔട്ട്. അപ്പൊ റെൻഡറിങ് റോൾ ഔട്ട് എന്ന് എഴുതി എടുക്കുക. ഷേപ്പുകൾ റെൻഡർ ചെയ്യുമ്പോൾ കാണണമെങ്കിൽ റെൻഡറിങ് റോൾ ഔട്ടിൽ എനാബിൾ ഇൻ റെൻഡറർ, എനാബിൾ ഇൻ വ്യൂ പോർട്ട് ടിക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, അതിൽ വേണ്ട ഷേപ്പ് റൗണ്ട് ഷേപ്പിലാണെങ്കിൽ റേഡിയൽ കൊടുക്കുക, റെക്ടാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ റെക്ടാങ്കിൾ എന്നാണ് അത് കൊടുക്കുക. കണ്ടോ? അപ്പൊ അതൊരു ബോക്സ് പോലെ അതിന്റെ ഷേപ്പ് എത്രയാണോ ഒരു 10 ഹൈറ്റ് വേണം, വിഡ്ത്ത് ഒരു 5 വേണം നോക്കിക്കഴിഞ്ഞാൽ. ഇതിപ്പോ നമ്മള് നേരത്തെ റെക്ടാങ്കിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? അതൊരു 3D ഒബ്ജക്റ്റ് പോലെ ഇല്ലേ? അതുപോലെ തന്നെ ഹെലിക്സ് ആണ് എടുത്ത് വരയ്ക്കുന്നത് ചില. നമുക്ക് സ്റ്റെയർ കേസിനൊക്കെ കൊടുക്കുക ശരിക്കും. ഇത് ഞാൻ റൗണ്ടിലാണ് വേണ്ടത്, ഒരു 1 സെന്റിമീറ്റർ കൊടുക്കുക. അതിൽ നമ്പർ ഓഫ് സൈഡ്സ് വേണേ കൂട്ടി വെച്ചാൽ കുറച്ച് സ്മൂത്ത് ആയിട്ട് നിൽക്കും. ദെൻ വീണ്ടും മോഡിഫൈൽ വന്നാൽ അതിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റേഡിയസ് എത്ര വേണമെന്നാണ്. റേഡിയസ് കൊടുക്കുക, റേഡിയസ് 2 എത്ര വേണമെന്നുള്ളത് കൊടുക്കുക, ഹൈറ്റ് എത്ര വേണമെന്ന് വേണമെങ്കിൽ കൊടുക്കുക, ടേണിങ് കുറെ സ്പ്രിങ് പോലെ വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ? അപ്പൊ ഇത്രയും ഷേപ്പുകൾ ഉണ്ട്. ഇതിൽ എല്ലാ ഷേപ്പും വേണമെങ്കിൽ എടുത്തു നോക്കുക. സ്റ്റാറിനൊക്കെ നേരത്തെ റെൻഡറിങ് നോക്കി കഴിഞ്ഞാൽ അതിന്റെ തിക്നെസ്, ആ ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റ് എടുത്തു എവിടെയാണോ പ്ലേസ് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് പ്ലേസ് ചെയ്യാം. അപ്പൊ ആ ടെക്സ്റ്റ് ശരിക്കും ആ സ്റ്റാറിന്റെ ഉള്ളിൽ കൊള്ളുന്നില്ല, ഈ സ്റ്റാറിന്റെ ഉള്ളിൽ കൊണ്ടിട്ടാണ് ടെക്സ്റ്റ് വേണ്ടത്. ഓക്കെ, അപ്പൊ അതിനെ സെലക്ട് ചെയ്യാം, മോഡിഫൈയിൽ വരാം. മോഡിഫൈയിൽ വന്നിട്ടുണ്ടെങ്കിൽ പാരാമീറ്റേഴ്സിന്റെ അകത്ത് സൈസ് എന്ന് പറയുന്നത് ഒരു 5 മതി. ഓക്കെ, ജസ്റ്റ് ഞാൻ അവിടെ ഒരു സർഫേസ് മാത്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞതിന്റെ ഈ ടെസ്റ്റിന്റെ ഇവിടെ കണ്ടില്ലേ കുറച്ച് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ടോ? അല്ലേ, ഒരു പൊങ്ങിച്ച കാണുന്നില്ലേ? ഗ്രീൻ സ്റ്റാർ ഷേപ്പിൽ ഫില്ലിംഗ് എങ്ങനെ വന്നത്?
അത് ഗ്രീൻ ഞാനൊരു ഫില്ലിങ്. മോഡിഫൈ തൽക്കാലം ഒരു ബോർഡർ മോഡിഫൈ ആയിട്ട് കൊടുത്തതാണ്. ആ അത് ഞാൻ പിന്നെ പറയാം. അതിപ്പോ നോക്കണേ, ഞാൻ ഈ ടെക്സ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഈ ടെക്സ്റ്റിന്റെ ആ ഇവിടെ കണ്ടില്ലേ ജസ്റ്റ് കൂർത്ത് നിൽക്കുന്നത്. ഇങ്ങനെ ടെക്സ്റ്റ് അതെ. കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ ഫോണ്ട്, ഈ ഫോണ്ട് പറ്റില്ല. ഏരിയൽ എന്ന് പറഞ്ഞ ഫോണ്ട് ആണുള്ളത്. ജസ്റ്റ് ഇത് അവിടെ ഫോണ്ട്, ഏരിയൽ എന്ന് പറഞ്ഞ ഫോണ്ടിന്റെ അകത്ത് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് വേണ്ട ഫോണ്ടുകളെ വേണേ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഏതൊരു ഫോണ്ട് എടുത്ത സമയത്ത് അല്ലേ, അതിനാണെങ്കിൽ ആ ഒരു option കാണുന്നില്ല. ക്ലിയർ ആണോ? നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് കൊടുക്കാം. ഫോണ്ട് നമുക്ക് ഇതാ ഇഷ്ടമുള്ളതായിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് താഴോട്ടേക്കുള്ള ആരോ അല്ലേ, ആ ആരോ ഇങ്ങനെ ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ. ഇത് മതി. ഇനി ഈ ടെക്സ്റ്റിന്റെ തന്നെ കേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനിടയിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടോ, കുറെ ഗ്യാപ്പ് ഇട്ടിട്ടല്ലേ വന്ന് അതെ. അല്ലേ, കാണുന്നില്ലേ? ടെക്സ്റ്റുകൾക്ക് അക്ഷരങ്ങൾക്കിടയിലുള്ള